ഡൽഹി നഗരത്തിലെ കോർപ്പറേറ്റ് ലോകത്ത് താക്കൂർ ഇൻഡസ്ട്രീസ് എന്ന പേര് കേൾക്കാത്തവർ ചുരുക്കമാണ്. ഈ വലിയ സാമ്രാജ്യത്തിന്റെ പരമാധികാരിയും സ്ഥാപകനുമായിരുന്നു രഘുവീർ താക്കൂർ. അദ്ദേഹത്തിന്റെ ഭാര്യ സവിത താക്കൂർ. ബിസിനസ്സിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിജയങ്ങൾ കൊയ്ത രഘുവീറിനും കുടുംബത്തിനും ഭൗതികമായി യാതൊരു കുറവുകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്രയൊക്കെ വലിയ സമ്പത്തിന് നടുവിലും ആ ദമ്പതികളുടെ ഒരേയൊരു വലിയ ഉത്കണ്ഠ തങ്ങളുടെ ഏക മകനായ ശിവം താക്കൂറിനെ കുറിച്ചായിരുന്നു. ശിവത്തിന് ഏകദേശം 28 വയസ്സായിരുന്നു പ്രായം. ലണ്ടനിലെ പ്രശസ്തമായ ബിസിനസ് സ്കൂളിൽ നിന്ന് ഉയർന്ന മാർക്കോടെ ബിരുദം പൂർത്തിയാക്കി അവൻ അടുത്തിടെയാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. അതീവ ബുദ്ധിമാനും ശാന്ത സ്വഭാവക്കാരനുമായിരുന്ന ശിവനെ കണ്ടാൽ രാജ്യം അറിയപ്പെടുന്ന ഒരു കോടീശ്വരന്റെ മകനാണെന്ന് ആരും പറയില്ലായിരുന്നു. സാധാരണയായി വലിയ സമ്പന്നരുടെ മക്കളിൽ കണ്ടുവരുന്ന യാതൊരുവിധ അഹങ്കാരമോ ആഡംബര ഭ്രമമോ അവനൊട്ടുമില്ലായിരുന്നു. വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങളോടും പാർട്ടികളോടും അനാവശ്യമായ പത്രാസുകളോടും അവന് പണ്ടേ കടുത്ത താല്പര്യക്കുറവുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം താക്കൂർ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് ഡൈനിങ് ടേബിളിൽ അത്താഴം കഴിക്കാനായി ഇരുന്നു. വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുന്നതിനിടയിൽ സവിത താക്കൂർ മകനെ നോക്കി സ്നേഹത്തോടെയും അല്പം ഗൗരവത്തോടെയും സംസാരിക്കാൻ തുടങ്ങി. മോനെ ശിവം, നിനക്കിപ്പോൾ പ്രായം 28 വിദേശത്തെ പഠനമെല്ലാം കഴിഞ്ഞ് നീ നാട്ടിലെത്തിയിട്ടും കുറച്ചു കാലമായില്ലേ? നിനക്കായി ഞാനും അച്ഛനും കൂടി ചില നല്ല ആലോചനകൾ കണ്ടുവച്ചിട്ടുണ്ട്. വളരെ നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. ഇനി നീ ഒരു വിവാഹത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. അതോടൊപ്പം തന്നെ അച്ഛന്റെ കൂടെ ഇരുന്ന് ഈ കമ്പനിയുടെ പൂർണ്ണമായ ചുമതലകൾ കൂടി നീ ഏറ്റെടുക്കേണ്ട സമയമായി. അമ്മയുടെ വാക്കുകൾ കേട്ട് ശിവൻ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും പെട്ടെന്ന് മറുപടി ഒന്നും നൽകിയില്ല. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ള ഗ്ലാസ് പതുക്കെ മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി അവൻ തന്റെ നിലപാട് വ്യക്തമാക്കി. അമ്മേ, എനിക്ക് വിവാഹം കഴിക്കുന്നതിലോ കുടുംബം നോക്കുന്നതിലോ യാതൊരുവിധ എതിർപ്പുമില്ല. പക്ഷെ എനിക്ക് ഒരു നിർബന്ധമുണ്ട്. എന്റെ പണമോ നമ്മുടെ വലിയ പദവിയോ താക്കൂർ എന്ന കുടുംബ പേരോ കണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്നെ വെറും ഒരു സാധാരണ മനുഷ്യനായി കണ്ട് എന്റെ വ്യക്തിത്വത്തെ മാത്രം സ്നേഹിക്കുന്ന, പണത്തേക്കാൾ മനുഷ്യത്വത്തിന് വില നൽകുന്ന ഒരാളെയാണ് എനിക്ക് ജീവിത പങ്കാളിയായി വേണ്ടത്. മകന്റെ ഈ വ്യത്യസ്തമായ മറുപടി കേട്ട് രഘുവീർ താക്കൂർ അത്ഭുതത്തോടെ അവനെ നോക്കി. അദ്ദേഹം പതുക്കെ ചോദിച്ചു, അതിന് നീ എന്താണിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശിവം? നമ്മുടെ പദവിയും പ്രശസ്തിയും ഈ നഗരത്തിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അങ്ങനെയുള്ളപ്പോൾ നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ നീ എങ്ങനെ കണ്ടെത്തും? ശിവൻ കസേരയിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ ജീവിത പങ്കാളിയെ സ്വയം കണ്ടെത്തും അച്ഛാ. പക്ഷേ എന്റെ യഥാർത്ഥ സ്വത്തും ഈ താക്കൂർ എന്ന പേരും വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കില്ല അത്. ഞാൻ കുറച്ചു കാലത്തേക്ക് ഈ ആഡംബര ജീവിതവും നമ്മുടെ ഈ വലിയ ബംഗ്ലാവും ഉപേക്ഷിച്ച് ഒരു സാധാരണക്കാരനായി ജീവിക്കാൻ പോവുകയാണ്. ആളുകൾ പണത്തെയും പദവിയെയുമാണോ അതോ മനുഷ്യന്റെ ഉള്ളിലെ നന്മയാണോ കൂടുതൽ ബഹുമാനിക്കുന്നതെന്ന് എനിക്ക് സ്വന്തം ജീവിതത്തിലൂടെ നേരിട്ട് അനുഭവിച്ചറിയണം. അമ്മ സവിത താക്കൂർ വലിയ പരിഭ്രാന്തിയോടെ ചോദിച്ചു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ശിവം? ഒരു സാധാരണക്കാരനായി തെരുവിൽ ജീവിക്കുകയോ? നിനക്കതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതെങ്ങനെ നിനക്ക് സാധിക്കും? എന്നാൽ രഘുവീർ താക്കൂർ മകന്റെ കണ്ണുകളിലെ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും കണ്ട് പതുക്കെ പുഞ്ചിരിച്ചു. ശിവന്റെ തീരുമാനം മാറ്റമില്ലാത്തതായിരുന്നു. കൃത്യം 2 ദിവസത്തിനു ശേഷം അവൻ തന്റെ വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളെല്ലാം അലമാരയിൽ പൂട്ടിവെച്ചു. മുഖത്തെ താടി അല്പം നീട്ടി വളർത്തി, രൂപത്തിൽ വലിയ മാറ്റം വരുത്തി. വളരെ സാധാരണമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ച് നഗരത്തിന്റെ മറ്റൊരു കോണിലുള്ള ഒരു ചെറിയ വാടക മുറിയിലേക്ക് അവൻ താമസം മാറി. തന്റെ ആഡംബര കാറുകൾക്ക് പകരം അവൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ സ്വന്തമാക്കി. അതോടൊപ്പം മൊബൈൽ ആപ്പിലൂടെ യാത്രക്കാരെ കണ്ടെത്തുന്നതിനായി ഒരു ഊബർ ഡ്രൈവറായും അവൻ പേര് രജിസ്റ്റർ ചെയ്തു. പോരുന്നതിനു മുമ്പ് അവൻ തന്റെ അച്ഛനോട് മാത്രം രഹസ്യമായി പറഞ്ഞു, അച്ഛാ, ഞാൻ ഇടയ്ക്കൊക്കെ കമ്പനിയുടെ കാര്യങ്ങൾ പുറത്തുനിന്ന് രഹസ്യമായി അന്വേഷിക്കും. പക്ഷേ ഓഫീസിലുള്ള ഒരു ജീവനക്കാരൻ പോലും ഞാൻ ആരാണെന്ന് അറിയാൻ പാടില്ല. എന്റെ ഈ പരീക്ഷണം പൂർത്തിയാക്കുന്നത് വരെ ഇത് നമ്മൾക്കിടയിലെ വലിയൊരു രഹസ്യമായിരിക്കണം. അങ്ങനെ ഏവരും കൊതിക്കുന്ന കോടികളുടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ ഏക അവകാശിയായ ശിവം താക്കൂർ ഡൽഹിയിലെ തിരക്കേറിയ തെരുവുകളിൽ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറായി തന്റെ തികച്ചും പുതിയതായ ജീവിതത്തിലേക്ക് ആദ്യത്തെ ചുവട് വെച്ചു. ഒരു സാധാരണക്കാരനായുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ ശിവനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. മുൻപ് അവൻ വില കൂടിയ ആഡംബര
ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ ബഹുമാനത്തോടെ വലിയ ഗേറ്റുകൾ തുറന്നു കൊടുത്തിരുന്ന സെക്യൂരിറ്റിക്കാരും സാധാരണ ജനങ്ങളും ഇപ്പോൾ അവൻ ഓട്ടോയുമായി വരുമ്പോൾ അവനെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. ഡൽഹിയിലെ കഠിനമായ വെയിലിലും ട്രാഫിക് ബ്ലോക്കിലും മണിക്കൂറുകളോളം ഓട്ടോയുമായി കിടക്കേണ്ടി വരിക, ചെറിയ തുകക്ക് വേണ്ടി യാത്രക്കാർ തർക്കിക്കുക, ചിലർ യാതൊരു കാരണവുമില്ലാതെ മോശമായി സംസാരിക്കുക എന്നിവയെല്ലാം അവന് തികച്ചും പുതിയ അനുഭവങ്ങളായിരുന്നു. എങ്കിലും അവൻ ഒട്ടും നിരാശനായില്ല. മനുഷ്യരുടെ യഥാർത്ഥ മുഖം അവൻ ആദ്യമായി കാണുകയാണ്. പണമില്ലാത്തവരോട് സമൂഹം എത്രത്തോളം ക്രൂരമായാണ് പെരുമാറുന്നതെന്ന് അവൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. ഒരു ദിവസം രാവിലെ ശിവൻ തന്റെ മൊബൈലിൽ ഊബർ ആപ്പ് ഓൺ ചെയ്ത് പുതിയ റൈഡിനായി കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് സ്ക്രീനിൽ ഒരു ബുക്കിംഗ് വന്നത്. മൊബൈലിലെ ആ ലൊക്കേഷൻ കണ്ടപ്പോൾ അവൻ ഒരു നിമിഷം അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കി നിന്നു. അത് അവന്റെ സ്വന്തം കമ്പനിയായ താക്കൂർ ഇൻഡസ്ട്രീസിന്റെ പ്രധാന ഓഫീസിന് മുന്നിലേക്കുള്ള ഒരു ബുക്കിംഗ് ആയിരുന്നു. അവൻ പതുക്കെ തന്റെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് തിരിച്ചു. ഓഫീസിന്റെ വലിയ ഗേറ്റിന് മുന്നിൽ എത്തിയപ്പോൾ ജീവനക്കാർ എല്ലാവരും വളരെ ധൃതിയിൽ ഉള്ളിലേക്ക് ഓടിക്കയറുന്നത് അവൻ കണ്ടു. പലരുടെയും മുഖത്ത് കടുത്ത മാനസിക സമ്മർദ്ദവും ഭയവും പ്രകടമായിരുന്നു. ഓഫീസിന്റെ മുമ്പിൽ വെച്ച് ഒരു മുതിർന്ന മാനേജർ ജീവനക്കാരോട് വളരെ ഉച്ചത്തിൽ ആക്രോശിക്കുന്നതും അവരെ അപമാനിക്കുന്നതും ശിവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഒരു പെൺകുട്ടി കയ്യിൽ നിറയെ ഫയലുകളുമായി ഓഫീസിനുള്ളിൽ നിന്ന് വളരെ ധൃതിയിൽ പുറത്തേക്ക് ഓടി വന്നത്. അവളുടെ മുഖത്ത് കടുത്ത ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ആ കണ്ണുകളിൽ വലിയൊരു സത്യസന്ധതയും നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. അവൾ നേരെ ശിവന്റെ ഓട്ടോക്കരികിലേക്ക് വന്ന് വളരെ ദയനീയമായി പറഞ്ഞു, ചേട്ടാ, ദയവായി ഒന്ന് വേഗം എടുക്കാമോ? എനിക്ക് മറ്റൊരു മീറ്റിംഗിന് പോകണം. ഒരുപാട് വൈകി. മാനേജർ സാർ എന്നെ ഒരുപാട് വഴക്കു പറയും. ശിവൻ പതുക്കെ തലയാട്ടി ഓട്ടോ മുന്നോട്ടെടുത്തു. യാത്രക്കിടയിൽ ആ പെൺകുട്ടി വളരെ ആകുലതയോടെ തന്റെ കയ്യിലെ ഫയലുകൾ വീണ്ടും വീണ്ടും പരിശോധിക്കുന്നത് അവൻ കണ്ണാടിയിലൂടെ നോക്കിക്കണ്ടു. കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ ശിവൻ പതുക്കെ ചോദിച്ചു, എന്താ മാഡം, ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ടോ? എല്ലാവരും വലിയ ഭയത്തിലാണല്ലോ. ആ പെൺകുട്ടി പതുക്കെ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ജോലിയൊന്നുമല്ല ചേട്ടാ പ്രശ്നം, അവിടെയുള്ള ചില മനുഷ്യരെയാണ് പേടി. ശിവൻ കൗതുകത്തോടെ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അവൾ സങ്കടത്തോടെ മറുപടി നൽകി, ഞങ്ങളുടെ പെർഫോമൻസ് മാനേജർ വിക്രാന്ത് സാറിന് ജീവനക്കാരെ പേടിപ്പിച്ചു നിർത്താനാണ് താല്പര്യം. എത്ര നന്നായി അധ്വാനം ചെയ്താലും ചീത്തവിളി മാത്രമേ അവിടെ കിട്ടൂ. സ്വന്തം കമ്പനിക്കുള്ളിൽ നടക്കുന്ന ഈ ക്രൂരമായ യാഥാർത്ഥ്യം ഒരു സാധാരണ ജീവനക്കാരിൽ നിന്ന് ശിവൻ ആദ്യമായി കേൾക്കുകയായിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ അവൾ കൃത്യമായി പണം നൽകി. പോകുന്നതിന് മുമ്പ് അവൾ ചോദിച്ചു, ചേട്ടന്റെ പേരെന്താ? ശിവൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ശിവ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ശിവാനി, ഇതേ കമ്പനിയിലെ ഒരു സാധാരണ ജീവനക്കാരിയാണ്. അങ്ങനെയാണ് ഒരു കോടീശ്വരൻ തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ആദ്യമായി കാണുന്നത്. ആദ്യത്തെ അപ്രതീക്ഷിത കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശിവാനി എന്ന പെൺകുട്ടിയെ വീണ്ടും കാണാൻ സാധിക്കുമെന്ന് ശിവൻ ഒട്ടും കരുതിയിരുന്നില്ല. ഡൽഹി നഗരത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ വിധി അവർക്കായി മറ്റൊന്നാണ് നിശ്ചയിച്ചിരുന്നത്. അടുത്ത ദിവസം രാവിലെ ശിവൻ പതിവ് പോലെ തന്റെ റൈഡിനായി കാത്തിരിക്കുമ്പോൾ മൊബൈലിൽ ഇതാ അതേ ലൊക്കേഷനിൽ നിന്ന് വീണ്ടും ഒരു പുതിയ ബുക്കിംഗ് വരുന്നു. അവൻ ഒട്ടും സമയം കളയാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഓട്ടോയുമായി അങ്ങോട്ടേക്ക് തിരിച്ചു. ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഇതാ കയ്യിൽ വലിയ ഫയലുകളുമായി അതേ ധൃതിയിൽ പരിഭ്രമത്തോടെ ശിവാനി നിൽക്കുന്നു. ശിവനെയും അവന്റെ ഓട്ടോയെയും കണ്ടതും അവളുടെ മുഖത്ത് വലിയൊരു അത്ഭുതവും ഒപ്പം ആശ്വാസവും വിരിഞ്ഞു. അവൾ പെട്ടെന്ന് ഓട്ടോയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, ആഹാ, ഇന്നും നിങ്ങളാണോ? വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം ചേട്ടാ. ശിവൻ ഓട്ടോ മുന്നോട്ട് എടുക്കുന്നതിനിടയിൽ കണ്ണാടിയിലൂടെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നിങ്ങളുടെ ഓഫീസ് സമയവും എന്റെ ഭാഗ്യവും ഒരേപോലെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മൾ വീണ്ടും കാണുന്നത്. അവൾ ആ തമാശ കേട്ട് പതുക്കെ ചിരിച്ചു. യാത്രക്കിടയിൽ അവൾ കൗതുകത്തോടെ ശിവനോട് ചോദിച്ചു, ശിവേട്ടാ, ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഈ ഡൽഹിയിലെ കടുത്ത വെയിലിൽ ഓട്ടോ ഓടിക്കാറുണ്ടോ? ഒരുപാട് ക്ഷീണവും ബുദ്ധിമുട്ടും തോന്നാറില്ലേ? ശിവൻ വളരെ ലളിതമായി പറഞ്ഞു, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല ബുദ്ധിമുട്ടാണ്. ശരീരം മുഴുവൻ വേദന എടുക്കും. പക്ഷെ ഇപ്പോൾ ഇതൊരു ശീലമായി മാറി. ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ ക്ഷീണം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ശിവാനി കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, എങ്കിലും ഇതത്ര എളുപ്പമുള്ള പണിയല്ല ചേട്ടാ. ഈ പൊടിയും പുകയും സഹിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ്. ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ മാത്രമാണെന്ന് കരുതിയിട്ടും ശിവാനി തന്നോട് കാണിക്കുന്ന ഈ ബഹുമാനവും കരുതലുമാണ് ശിവന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചത്. പണവും പദവിയും ഉള്ളവരോട് മാത്രം മര്യാദ കാണിക്കുകയും ഇല്ലാത്തവരെ പുച്ഛത്തോടെ നോക്കുകയും ചെയ്യുന്ന മനുഷ്യർ നിറഞ്ഞ ഈ നഗരത്തിൽ ഒരു ഓട്ടോക്കാരനോട് ഇത്രയും ദയയോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അവൾ അവനെ വെറും ഒരു ഡ്രൈവറായല്ല, മറിച്ച് ഒരു സഹോദരനെ പോലെയാണ് കണ്ടത്. ദിവസങ്ങൾ വളരെ
വളരെ വേഗത്തിൽ കടന്നുപോയതോടെ ഈ യാത്ര അവരുടെ ജീവിതത്തിൽ ഒരു പതിവായി മാറി. ചിലപ്പോൾ രാവിലെ കൃത്യസമയത്ത് ശിവാനിയെ ഓഫീസിൽ എത്തിക്കുന്നത് ശിവന്റെ ഓട്ടോയായിരിക്കും. ചിലപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കടുത്ത ക്ഷീണത്തോടെ അവൾ വരുമ്പോൾ അന്നും ശിവൻ അവിടെ അവൾക്കായി കാത്തു നിൽക്കുന്നുണ്ടാകും. അവരുടെ സംഭാഷണങ്ങൾ വളരെ ചെറുതായിട്ടാണ് തുടങ്ങിയതെങ്കിലും പതുക്കെ പതുക്കെ അതൊരു ആഴമേറിയതും പരസ്പരം വിശ്വാസമുള്ളതുമായ സൗഹൃദമായി മാറി. ശിവാനി തന്റെ സാധാരണ കുടുംബത്തെക്കുറിച്ചും അവിടുത്തെ അവസ്ഥകളെക്കുറിച്ചും ശിവനോട് തുറന്ന് സംസാരിച്ചു. അവളൊരു സാധാരണ കുടുംബത്തിലെ മൂത്ത മകളാണ്. ഈ ജോലി അവൾക്ക് വെറും ഒരു ശമ്പളം തരുന്ന വരുമാന മാർഗം മാത്രമല്ലായിരുന്നു, മറിച്ച് അവളുടെ പ്രായമായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജോലി അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ തന്റെ ഓഫീസിലെ പെർഫോമൻസ് മാനേജറായ വിക്രാന്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്തെപ്പോഴും കടുത്ത വിഷമവും നിരാശയും നിഴലിച്ചിരുന്നു. വിക്രാന്ത് പുറമേക്ക് വലിയ യോഗ്യതയുള്ള ഒരു പ്രൊഫഷണൽ മാനേജർ ആണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ ക്രൂരനും സ്വാർത്ഥനുമായ ഒരു മനുഷ്യനാണ്. തനിക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം വലിയ ആനുകൂല്യങ്ങൾ നൽകുകയും അധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായ ജീവനക്കാരുടെ റിപ്പോർട്ടുകൾ മനഃപൂർവ്വം മോശമാക്കുകയും ചെയ്യുന്നത് അയാളുടെ സ്ഥിരം ശീലമായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ അയാൾക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ശിവാനി പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ശിവൻ അതീവ ഗൗരവത്തോടെ മനസ്സിൽ കുറിച്ചു വെച്ചു. തന്റെ സ്വന്തം കമ്പനിക്കുള്ളിൽ ഇത്രയും വലിയ അനീതികളും തൊഴിലാളി പീഡനങ്ങളും നടക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം ശിവനെ ഉള്ളിൽ നിന്ന് കടുത്ത അസ്വസ്ഥനാക്കാൻ തുടങ്ങി. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അവൻ ഉള്ളുകൊണ്ട് ഉറപ്പിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഡൽഹി നഗരത്തിൽ കനത്ത കാറ്റും മഴയും പെയ്യുകയായിരുന്നു. റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി. ജനങ്ങൾ പലയിടങ്ങളിലായി അഭയം തേടി. ജോലി സമയം കഴിഞ്ഞ് ശിവാനി ഓഫീസിന് പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല. തണുത്ത കാറ്റിൽ നനഞ്ഞ് കൈകൾ കെട്ടി അവൾ ഓഫീസിന്റെ വലിയ ഗേറ്റിന് താഴെ ആകെ വിഷമിച്ച് നിൽക്കുന്നത് ശിവൻ കണ്ടു. അവൻ ഒട്ടും സമയം കളയാതെ തന്റെ ഓട്ടോ പതുക്കെ മുന്നോട്ടെടുത്ത് അവളുടെ മുന്നിലായി നിർത്തി. അവൻ ഓട്ടോയുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ശിവാനി, വേഗം ഉള്ളിലേക്ക് കയറിക്കോളൂ, നല്ല മഴയാണ്. ഇവിടെ ഇനി നിന്നാൽ ആകെ നനഞ്ഞു പോകും. അവൾ ആശ്വാസത്തോടെ ഓടിക്കയറി സീറ്റിലിരുന്നു. എങ്കിലും അന്ന് അവൾ പതിവിലും കൂടുതൽ നിശബ്ദയായിരുന്നു. അവളുടെ മുഖത്ത് വലിയൊരു നിരാശയും സങ്കടവും ഉണ്ടായിരുന്നു. ശിവൻ കണ്ണാടിയിലൂടെ നോക്കി പതുക്കെ ചോദിച്ചു, എന്താ ശിവാനി പറ്റിയത്? ഇന്ന് നീ വളരെ അസ്വസ്ഥയാണല്ലോ. ഓഫീസിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവൾ പതുക്കെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു, ഇന്ന് മീറ്റിംഗിൽ വെച്ച് വിക്രാന്ത് സാർ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു ശിവേട്ട. ഞങ്ങളുടെ പ്രൊജക്റ്റിൽ വന്ന ഒരു വലിയ പിഴവിന് കാരണം ഞാനല്ലായിരുന്നു, മറ്റൊരു ജീവനക്കാരന്റെ അശ്രദ്ധയായിരുന്നു അത്. എങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അയാൾ എന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നെ ഒരുപാട് അപമാനിച്ചു. എനിക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ശിവൻ തന്റെ ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചോദിച്ചു, നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ എന്തുകൊണ്ടാ അതിനെതിരെ പ്രതികരിച്ചില്ല? സത്യം എന്താണെന്ന് ഉറപ്പിച്ച് പറയാമായിരുന്നില്ലേ? അവൾ നിസ്സഹായതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ പോലെയുള്ള സാധാരണ ജീവനക്കാർക്ക് വലിയ ഉദ്യോഗസ്ഥരോട് തർക്കിക്കാൻ കഴിയില്ല ശിവേട്ട. ജോലി നഷ്ടപ്പെടുമെന്ന ഭയം എല്ലാവർക്കുമുണ്ട്. എനിക്ക് ഈ ജോലി എത്രമാത്രം പ്രധാനമാണെന്ന് ശിവേട്ടന് അറിയാമല്ലോ. സ്വന്തം ജീവനക്കാർ ഇത്രയും വലിയ ഭയത്തിലും മാനസിക സമ്മർദ്ദത്തിലുമാണ് തന്റെ കമ്പനിയിൽ കഴിയുന്നതെന്ന് ശിവൻ അറിഞ്ഞിരുന്നില്ല. അവന് വിക്രാന്തിനോട് കടുത്ത ദേഷ്യം തോന്നി. യാത്ര പകുതിയായപ്പോൾ ശിവാനി പതുക്കെ തന്റെ ബാഗ് തുറന്ന് ഒരു ചെറിയ ടിഫിൻ ബോക്സ് പുറത്തെടുത്തു. അവൾ അത് ശിവന് നേരെ നീട്ടിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ചേട്ടാ, ഭക്ഷണം കഴിച്ചിരുന്നോ? ഈ ടിഫിൻ ബോക്സ് എടുത്തോളൂ, ഇതിൽ നല്ല ഭക്ഷണമുണ്ട്. ശിവൻ അത്ഭുതത്തോടെ പറഞ്ഞു, അയ്യോ വേണ്ട ശിവാനി, നീ കഴിച്ചോളൂ, എനിക്ക് വിശപ്പൊന്നുമില്ല. എന്നാൽ അവൾ നിർബന്ധിച്ചുകൊണ്ട് അത് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇന്ന് വീട്ടിൽ നിന്ന് അമ്മ കൂടുതൽ ഭക്ഷണം തന്നുവിട്ടിരുന്നു. എനിക്കിപ്പോൾ ഒട്ടും വിശപ്പില്ല. ശിവേട്ടൻ ഇത് കഴിക്കണം. യഥാർത്ഥത്തിൽ അവൾ കൂടുതൽ ഭക്ഷണം കൊണ്ടുവന്നതല്ലായിരുന്നു. തന്റെ സ്വന്തം വിഹിതമാണ് അവൾ ശിവന് നൽകിയത്. കോടീശ്വരനായ ശിവൻ ആ നിമിഷം ഒന്നും മിണ്ടാനാകാതെ നിശബ്ദനായിപ്പോയി. പണത്തിന്റെ അഹങ്കാരമില്ലാത്ത ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറുടെ വിശപ്പ് മനസ്സിലാക്കിയ ആ പെൺകുട്ടിയുടെ വലിയ മനസ്സ് അവൻ തിരിച്ചറിഞ്ഞു. കോടികളുടെ ആസ്തിയുള്ള തനിക്ക് ചുറ്റുമുള്ളവർ പണത്തെ മാത്രം സ്നേഹിച്ചപ്പോൾ താൻ ധരിച്ചിരിക്കുന്ന ഈ സാധാരണ വസ്ത്രത്തെയും തന്റെ വ്യക്തിത്വത്തെയുമാണ് അവൾ ബഹുമാനിച്ചതെന്ന് ശിവൻ ഉറപ്പിച്ചു. അവൾ നൽകിയ ആ ചെറിയ പൊതിച്ചോറിലാണ് താൻ ഇത്രയും നാൾ തിരഞ്ഞ യഥാർത്ഥ സ്നേഹവും കരുണയും ഉള്ളതെന്ന് അവൻ മനസ്സിലാക്കി. ഓട്ടോ അവളുടെ വീടിന് മുന്നിൽ എത്തിയപ്പോൾ അവൾ ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരിക്കലും
അധ്വാനം ഉപേക്ഷിക്കരുത്. ദൈവമായിട്ട് ശിവേട്ടനെ വലിയ നിലയിൽ എത്തിക്കും. അവൾ നടന്നു പോകുന്നത് നോക്കി ശിവൻ അവിടെ തന്നെ ഇരുന്നു. പണത്തേക്കാൾ മനുഷ്യത്വത്തിന് വില നൽകുന്ന പെൺകുട്ടി ഇവൾ തന്നെയാണ് എന്ന് ശിവൻ ഉറപ്പിച്ചു. അന്നു രാത്രി അവൻ തന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, എനിക്ക് നമ്മുടെ കമ്പനിയുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ ഉടനടി വേണം. അത് രഹസ്യമായിരിക്കണം. പിറ്റേന്ന് രാവിലെ ശിവൻ ആവശ്യപ്പെട്ടതുപോലെ അതീവ രഹസ്യമായി കമ്പനിയുടെ എല്ലാ ആഭ്യന്തര ഫയലുകളും ഡിജിറ്റൽ ഫോർമാറ്റിൽ രഘുവീർ താക്കൂർ അവന് അയച്ചു കൊടുത്തു. ശിവൻ തന്റെ ചെറിയ വാടക മുറിയിലിരുന്ന് ലാപ്ടോപ്പ് തുറന്ന് ആ ഫയലുകൾ ഓരോന്നായി വളരെ വിശദമായി പരിശോധിക്കാൻ തുടങ്ങി. ഇതുവരെ ബോർഡ് മീറ്റിംഗുകളിലും വാർഷിക റിപ്പോർട്ടുകളിലും തങ്ങളെ കാണിച്ചിരുന്നത് തികച്ചും വ്യത്യസ്തമായ വിവരങ്ങളായിരുന്നുവെന്ന് ശിവന് മനസ്സിലായി. കമ്പനി വളരെ സുഖമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ജീവനക്കാർ എല്ലാവരും കടുത്ത സംതൃപ്തിയിലാണ് ജോലി ചെയ്യുന്നതെന്നുമാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ തങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നത്. എന്നാൽ താൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഫീസിന് പുറത്ത് നേരിട്ട് കാണുന്ന കാഴ്ചകൾ ആ ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഫയലുകൾ ഓരോന്നായി സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന ശിവൻ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് നോട്ടം നിർത്തി. അത് ശിവാനി ജോലി ചെയ്യുന്ന ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ ഫയലായിരുന്നു. കഴിഞ്ഞ 6 മാസത്തെ ഡാറ്റ പരിശോധിച്ചപ്പോൾ ആ വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുടെ പരാതികളും രാജിക്കത്തുകളും വന്നിട്ടുള്ളതെന്ന് അവന് ബോധ്യമായി. എന്നാൽ ഉയർന്ന മാനേജ്മെന്റിന് അയച്ച ഫൈനൽ റിപ്പോർട്ടിൽ ഈ പരാതികളെല്ലാം മുക്കി. അവിടെയെല്ലാം സാധാരണ രീതിയിലാണ് നടക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നു. മിടുക്കരായ വർഷങ്ങളായി കമ്പനിയെ സേവിക്കുന്ന പല ജീവനക്കാരുടെയും പെർഫോമൻസ് റേറ്റിംഗ് വളരെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലുപരിയായി ഈ മോശം റിപ്പോർട്ടുകളുടെയെല്ലാം താഴെ ഒരേ ഒരു ഒപ്പ് മാത്രമാണുണ്ടായിരുന്നത്, പെർഫോമൻസ് മാനേജർ വിക്രാന്ത്. ശിവൻ കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചപ്പോൾ മറ്റൊരു വലിയ ചതി കൂടി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശിവാനിയുടെ പേര് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 3 തവണ പ്രൊമോഷനായി ഉയർന്ന ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തിരുന്നു. അവളുടെ കീഴിൽ നടന്ന പ്രൊജക്ടുകളുടെ വിജയ ശതമാനം വളരെ ഉയർന്നതായിരുന്നു. എന്നാൽ ഓരോ തവണയും ആ പ്രൊമോഷൻ ഫയലുകൾ ഫൈനൽ അപ്രൂവിലേക്ക് എത്തുന്നതിന് മുമ്പ് വിക്രാന്ത് അത് മനഃപൂർവ്വം തടഞ്ഞുവെക്കുകയായിരുന്നു. അതിനായി ഫയലിൽ അയാൾ എഴുതി ചേർത്ത കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ കുറവ് എന്നാണ്. വിക്രാന്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടും തനിക്ക് പ്രിയപ്പെട്ട മറ്റ് ചിലരെ സ്വാധീനം ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുമാണ് അവൻ ശിവാനിയോട് ഈ ചതി ചെയ്തതെന്ന് ശിവന് വ്യക്തമായി. അന്ന് വൈകുന്നേരം ശിവാനി ഓട്ടോയിൽ കയറിയപ്പോൾ അവൾ പതിവിലും കൂടുതൽ ക്ഷീണിതയും നിശബ്ദയുമായിരുന്നു. കണ്ണുകൾ തുടച്ച് അവൾ ഓട്ടോയുടെ സീറ്റിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു. അവളുടെ നെറ്റിയിൽ ചെറിയ വിയർപ്പ് തുള്ളികൾ ഉണ്ടായിരുന്നു. ശിവൻ ഓട്ടോ പതുക്കെ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ചോദിച്ചു, ശിവാനി, ഓഫീസിൽ ഇന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഒരുപാട് തളർന്നിട്ടുണ്ടല്ലോ. അവൾ കണ്ണു തുറന്ന് പതുക്കെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് വലിയൊരു പ്രൊജക്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പ്രൊജക്ടിന്റെ മെയിൻ വർക്കുകളും പ്രസന്റേഷനും തയ്യാറാക്കാൻ കഴിഞ്ഞ 3 ദിവസമായി ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. എന്നാൽ ഇന്നത്തെ മീറ്റിംഗിൽ എന്റെ പേര് ഒരിടത്തു പോലും വിക്രാന്ത് സാർ പറഞ്ഞില്ല. പ്രൊജക്ട് വിജയിച്ചപ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അയാളുടെ കൂടെ നടക്കുന്ന മറ്റൊരു ജീവനക്കാരന് നൽകി. ശിവൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു, നിനക്കിതിൽ വലിയ വിഷമം തോന്നുന്നില്ലേ? നിന്റെ അധ്വാനം മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ദീർഘശ്വാസം എടുത്ത് പറഞ്ഞു, ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുമായിരുന്നു. ഇരുന്ന് കുറെ കരയാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ജോലി എന്നത് എന്റെ കഴിവും ആത്മാർത്ഥതയുമാണ്. അതാർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. അതിന്റെ യഥാർത്ഥ അംഗീകാരം എന്നെങ്കിലും എന്നെ തേടി വരും. എനിക്കിപ്പോൾ ഈ ജോലി എന്റെ കുടുംബത്തിന് വേണ്ടി വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം സഹിക്കുന്നു. ശിവൻ അവളുടെ ആത്മവിശ്വാസത്തെയും ക്ഷമയെയും ഓർത്ത് ഉള്ളിൽ അഭിമാനിച്ചു. അവൻ ചോദിച്ചു, നിനക്കൊരവസരം കിട്ടിയാൽ നീ ഈ കമ്പനിയുടെ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് ആ കമ്പനിയുടെ നല്ലൊരു മാനേജർ ആകണം. കാരണം എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരു സാധാരണ ജീവനക്കാരനോടും ഒരു അനീതിയും കാണിക്കാത്ത എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു മാനേജർ. ആ വാക്കുകൾ കേട്ടപ്പോൾ ശിവന് മനസ്സിൽ ഉറപ്പിച്ചു, വിക്രാന്തിന്റെ അഹങ്കാരത്തിന് അറുതി വരുത്താനുള്ള സമയം ആയി കഴിഞ്ഞുവെന്ന്. അടുത്ത ഏതാനും ദിവസങ്ങൾ താക്കൂർ ഇൻഡസ്ട്രീസിൽ വലിയ മാറ്റങ്ങളുടെ പശ്ചാത്തലമായിരുന്നു. കമ്പനിയിൽ ഉടൻ തന്നെ പുതിയൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നും വലിയ പ്രൊമോഷനുകളും ഉത്തരവാദിത്തങ്ങളും ജീവനക്കാരെ തേടി വരുമെന്നും ഓഫീസിൽ പരന്നു. വിദേശത്തു നിന്നും ബിസിനസ് പഠനം കഴിഞ്ഞെത്തിയ വലിയ മുതലാളിയുടെ മകൻ ഉടൻ തന്നെ ചാർജ് എടുക്കുമെന്നും എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. പലരും പുതിയ ബോസിനെ തൃപ്തിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ ഓഫീസിനുള്ളിൽ വിക്രാന്ത് തന്റെ അധികാരം കൂടുതൽ കർശനമാക്കി മാറ്റുകയായിരുന്നു. പുതിയ ബോസ് വരുന്നതിനു മുമ്പ് തന്റെ സ്ഥാനം ഉറപ്പിക്കാനും അവൻ
ജീവനക്കാരുടെ മേൽ കടുത്ത മാനസിക സമ്മർദ്ദം ചെലുത്തി. ഒരു ദിവസം രാവിലെ ഓഫീസിൽ ജീവനക്കാരുടെ ഒരു അടിയന്തര മീറ്റിംഗ് നടന്നു. വിക്രാന്ത് എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് കടുത്ത സ്വരത്തിൽ പറഞ്ഞു, ഇത്തവണത്തെ പ്രൊമോഷൻ പൂർണ്ണമായും ടാർഗറ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും. ചില ആളുകൾ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ എന്തെങ്കിലും ചെയ്ത് തെളിയിക്കൂ. വെറുതെ ഓഫീസിൽ വന്നിരുന്നിട്ട് വലിയ കാര്യങ്ങൾ സ്വപ്നം കാണരുത്. മീറ്റിംഗ് അവസാനിക്കാനായപ്പോൾ വിക്രാന്ത് മനഃപൂർവ്വം ശിവാനിയെ നോക്കി പരിഹാസത്തോടെയാണ് ഈ വാക്കുകൾ പറഞ്ഞത്. കോൺഫറൻസ് ഹാൾ മുഴുവൻ കടുത്ത നിശബ്ദതയിലായി. ശിവാനി തല താഴ്ത്തി തന്റെ സീറ്റിൽ വന്നിരുന്നു. അവൾക്ക് നേരെ വന്ന ആ പരിഹാസം അവളെ മാനസികമായി തളർത്തിക്കളഞ്ഞു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ശിവൻ പതിവ് പോലെ തന്റെ ഓട്ടോയുമായി ഗേറ്റിന് പുറത്തുണ്ടായിരുന്നു. ശിവാനി ഒന്നും മിണ്ടാതെ വന്ന് ഓട്ടോയിൽ കയറിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശിവൻ കണ്ണാടിയിലൂടെ നോക്കി പതുക്കെ ചോദിച്ചു, ഇന്നും അയാൾ എന്തെങ്കിലും പറഞ്ഞോ? നീ ഇത്രയും സങ്കടപ്പെടാൻ എന്താണ് ഉണ്ടായത്? അവൾ വിതുമ്പലോടെ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് ഈ ജോലി ഇട്ടേച്ചു പോകാൻ തോന്നും. അത്രക്ക് മാനസിക വിഷമമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഓരോ ദിവസവും ഓഫീസിലേക്ക് പോകാൻ തന്നെ ഭയമാണ്. പക്ഷെ ഞാൻ തോറ്റു പിന്മാറിയാൽ എന്നെ ചതിച്ച ആ തെറ്റായ മനുഷ്യർ ജയിക്കും. അവർ വീണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കും. അതുകൊണ്ട് എനിക്ക് തോറ്റു കൊടുക്കാൻ ഒട്ടും മനസ്സില്ല. ശിവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശിവാനി, നിന്റെ അധ്വാനം കാണുന്ന ഒരാൾ മുകളിലുണ്ട്. നീ ഒട്ടും വിഷമിക്കരുത്. ചതി ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഉടൻ തന്നെ ലഭിക്കും. അവൾ പതുക്കെ കണ്ണീർ തുടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഏട്ടാ, എപ്പോഴും എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്നത്? ഈ നഗരത്തിലെ ഇത്രയും തിരക്കിലും ആരോടും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ? ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാരണം ഒരു മനുഷ്യന്റെ യഥാർത്ഥ മൂല്യം അയാളുടെ വസ്ത്രത്തിലോ പണത്തിലോ അല്ല, മറിച്ച് അയാളുടെ സ്വഭാവത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഉള്ളിൽ സമാധാനമുള്ളിടത്തോളം എനിക്ക് ആരോടും പരാതിയില്ല. ആ മറുപടി ശിവാനിയുടെ മനസ്സിന് വലിയൊരു ആശ്വാസം നൽകി. അവൾ പറഞ്ഞു, ഏട്ടാ, ഓട്ടോക്കാരനാണെങ്കിലും വലിയ ചിന്താഗതിയുള്ള ആളാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വലിയ ധൈര്യം തോന്നാറുണ്ട്. അന്നു രാത്രി ശിവൻ തന്റെ വാടക മുറിയിലിരുന്ന് അച്ഛനെ വിളിച്ച് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അച്ഛാ, സമയം അതിക്രമിച്ചിരിക്കുന്നു. വിക്രാന്തിന്റെ കള്ളത്തരങ്ങൾ ഇനി വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഓഫീസിൽ നേരിട്ടെത്തും. അതിനായുള്ള എല്ലാ ഔദ്യോഗിക ക്രമീകരണങ്ങളും ചെയ്തോളൂ. ശിവന്റെ വാക്കുകളിൽ വലിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കം പ്രകടമായിരുന്നു. അടുത്ത ദിവസം താക്കൂർ ഇൻഡസ്ട്രീസിൽ വലിയൊരു നാടകീയ സംഭവം അരങ്ങേറി. ഉച്ച കഴിഞ്ഞ് നടന്ന പ്രൊജക്ട് റിവ്യൂ മീറ്റിംഗിൽ വിക്രാന്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിവാനി ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് തയ്യാറാക്കിയ പ്രൊജക്ട് ഫയൽ മേശപ്പുറത്തേക്ക് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. അയാൾ എല്ലാവരും കേൾക്കാവുന്ന ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു മോശം റിപ്പോർട്ടാണോ നീ തയ്യാറാക്കിയത്? ഇതുകൊണ്ട് കമ്പനിക്ക് യാതൊരു പ്രയോജനവുമില്ല. നീ ഒരു തരത്തിലും ഈ പദവിക്ക് യോഗ്യതയല്ല. നിന്റെ ശ്രദ്ധ എവിടെയാണ്? ഓഫീസിലുള്ള മറ്റെല്ലാ ജീവനക്കാരും വിക്രാന്തിന്റെ ദേഷ്യം കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുകയായിരുന്നു. ആരും ശിവാനിക്ക് വേണ്ടി സംസാരിക്കാനോ സത്യം തുറന്നു പറയാനോ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ഇത്തവണ നിശബ്ദയായി എല്ലാം സഹിക്കാൻ ശിവാനി തയ്യാറായില്ല. അവൾ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് വിക്രാന്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, സർ, എന്റെ ജോലിയുടെ മൂല്യം അളക്കേണ്ടത് നിങ്ങളുടെ കള്ള റിപ്പോർട്ടുകളും സ്വാർത്ഥമായ താല്പര്യങ്ങളും കൊണ്ടല്ല, മറിച്ച് എന്റെ അധ്വാനവും കമ്പനിയോടുള്ള ആത്മാർത്ഥതയും കൊണ്ടാണ്. ഞാൻ എന്റെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു തെറ്റുമില്ല. ശിവാനിയുടെ ഈ അപ്രതീക്ഷിത മറുപടി വിക്രാന്തിനെ അങ്ങേയറ്റം പ്രകോപിച്ചു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഇത്രയും അഹങ്കാരമോ? ഇതിന്റെ ഫലം നീ ഉടൻ തന്നെ അനുഭവിക്കും. അയാൾ ഫയലുകളും എടുത്ത് ദേഷ്യത്തോടെ തന്റെ ക്യാബിനിലേക്ക് നടന്നുപോയി. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇറങ്ങിയ ശിവാനി വളരെ അസ്വസ്ഥയായിരുന്നു. മനസ്സ് തകർന്ന അവൾ അന്ന് ശിവന്റെ ഓട്ടോ വിളിക്കാൻ പോലും മറന്നുപോയി. പകരം തല താഴ്ത്തി റോഡിലൂടെ പതുക്കെ നടന്നു പോവുകയായിരുന്നു. ശിവൻ തന്റെ ഓട്ടോയുമായി അവളുടെ അരികിലെത്തി വണ്ടി നിർത്തി. അവൻ പറഞ്ഞു, ശിവാനി, കയറൂ. എന്താണ് പറ്റിയത്? അവൾ ഓട്ടോയിൽ കയറിയിരുന്ന് വളരെ നേരം കരഞ്ഞു. പിന്നീട് അവൾ പതുക്കെ ചോദിച്ചു, ഏട്ടാ, പെട്ടെന്ന് ഒരാളുടെ ജീവിതം മാറുമ്പോൾ, പണം വരുമ്പോൾ മനുഷ്യർക്ക് ഇത്രയും അഹങ്കാരം കൂടുമോ? അവർ മറ്റുള്ളവരെ മനുഷ്യരായി കാണില്ലേ? ശിവൻ അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു, ഇല്ല ശിവാനി, ഉള്ളിൽ നന്മയുള്ള യഥാർത്ഥ മനുഷ്യർ എത്ര പണം വന്നാലും മാറില്ല. പണം വരുമ്പോൾ മാറുന്നത് ആളുകളുടെ മുഖം മൂടിയാണ്. അവൾ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശിവേട്ട, എന്നെങ്കിലും ഈ ഓട്ടോ പണി നിർത്തി വലിയ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമാകും. ശിവൻ ഒന്ന് ചിരിച്ചു. അവൾക്കറിയില്ലായിരുന്നു അടുത്ത 2 ദിവസത്തിനുള്ളിൽ ആ ഓഫീസിലെ മുഴുവൻ ആളുകളും കാണാൻ പോകുന്നത് ഈ ഓട്ടോ ഡ്രൈവറുടെ യഥാർത്ഥ മുഖമാണെന്ന്. ഒരാളുടെ അഹങ്കാരം തകരാനും മറ്റൊരു നല്ല മനുഷ്യന് നീതി ലഭിക്കാനുമുള്ള ആ വലിയ ദിവസത്തിനായി ശിവൻ കാത്തിരുന്നു.
2 ദിവസത്തിനു ശേഷം താക്കൂർ ഇൻഡസ്ട്രീസിന്റെ പ്രധാന ഓഫീസ് രാവിലെ മുതൽ തന്നെ വളരെ സജീവമായിരുന്നു. ജീവനക്കാർക്കെല്ലാം തലേ ദിവസം രാത്രി ഒരു ഔദ്യോഗിക മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളും പ്രൊമോഷനുകളും പുതിയ ബോസിന്റെ വരവും അന്നാണ് നടക്കാൻ പോകുന്നത്. ഓഫീസിൽ മുഴുവൻ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു തരത്തിലുള്ള ആകാംക്ഷയും ഭയവും ഉണ്ടായിരുന്നു. എന്നാൽ പെർഫോമൻസ് മാനേജർ വിക്രാന്തിന്റെ മുഖത്ത് വലിയൊരു ആത്മവിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ സഹപ്രവർത്തകരോട് അഹങ്കാരത്തോടെ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ഇത്രയും മാസങ്ങളായി ഈ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഒറ്റക്ക് കൊണ്ടു നടന്നത് ഞാനാണ്. അതുകൊണ്ട് പുതിയ ബോസ് വന്നാലും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ നിയന്ത്രണം എനിക്കായിരിക്കും. എനിക്ക് വലിയൊരു പ്രൊമോഷൻ ഉറപ്പാണ്. ചില ജീവനക്കാർ അത് കേട്ട് നിർബന്ധപൂർവ്വം പുഞ്ചിരിച്ചു. ശിവാനി തന്റെ സീറ്റിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. അവൾക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കൃത്യം 11 മണിയായപ്പോൾ ഓഫീസിനു പുറത്ത് വലിയൊരു ബഹളം കേട്ടു. ഒന്നിനു പുറകെ ഒന്നായി വലിയ കറുത്ത ആഡംബര കാറുകൾ ഓഫീസിന്റെ മുറ്റത്തേക്ക് വന്നുകൂടി. ജീവനക്കാർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പരസ്പരം പറഞ്ഞു, നോക്കൂ, കമ്പനിയുടെ വലിയ മുതലാളിയും മകനും എത്തിക്കഴിഞ്ഞു. ഇന്നാണ് നമ്മൾ ആദ്യമായി പുതിയ ബോസിനെ കാണാൻ പോകുന്നത്. വിക്രാന്ത് വേഗം തന്റെ കോട്ടും ടൈയും ശരിയാക്കി കോൺഫറൻസ് ഹാളിന്റെ മുൻപിൽ വന്ന് വിനയത്തോടെ നിന്നു. കോൺഫറൻസ് ഹാളിന്റെ വലിയ വാതിലുകൾ തുറക്കപ്പെട്ടു. എല്ലാവരും വിചാരിച്ചത് പ്രായമുള്ള ഏതെങ്കിലും വലിയ ബിസിനസ്സുകാരൻ വരുമെന്നാണ്. എന്നാൽ അടുത്ത നിമിഷം ഹാൾ മുഴുവൻ കടുത്ത നിശബ്ദതയിലായി. കറുത്ത സ്യൂട്ട് ധരിച്ച് അതീവ ഗാംഭീര്യത്തോടെ ഉള്ളിലേക്ക് നടന്നു വന്ന ആ യുവാവിനെ കണ്ട് ശിവാനിയുടെ കയ്യിലെ പേന താഴെ വീണു. അവളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവൾ വിശ്വസിക്കാൻ കഴിയാതെ പതുക്കെ വിളിച്ചു, ശിവേട്ട. അതെ, തങ്ങൾ സാധാരണ ഓട്ടോക്കാരനായി കണ്ട ആളാണ് കമ്പനിയുടെ യഥാർത്ഥ ഉടമയെന്ന് കണ്ട് ശിവാനി ഞെട്ടിപ്പോയി. ഹാളിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പുതിയ ബോസിനെ വൻ കയ്യടിയോടെ സ്വീകരിച്ചു. രഘുവീർ താക്കൂർ സ്റ്റേജിലേക്ക് വന്ന് മൈക്രോഫോൺ കയ്യിലെടുത്തു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ചെയർമാനെ പരിചയപ്പെടുത്തുകയാണ്. എന്റെ ഏക മകൻ ശിവം താക്കൂർ. ഇനി മുതൽ കമ്പനിയുടെ പൂർണ്ണമായ ചുമതല അവൻ നിർവഹിക്കും. ഹാൾ മുഴുവൻ വലിയ കയ്യടികളാൽ നിറഞ്ഞു. എന്നാൽ ശിവാനി മാത്രം ഒരു പ്രതിമയെ പോലെ നിശ്ചലയായി നിന്നു. താൻ ദിവസവും കണ്ടത് ഒരു സാധാരണക്കാരനെയല്ല, മറിച്ച് കോടീശ്വരനായ വലിയൊരു മുതലാളിയെയായിരുന്നുവെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശിവൻ സ്റ്റേജിലേക്ക് കയറി മൈക്രോഫോൺ കയ്യിലെടുത്തു. അവൻ ഹാൾ മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. പിന്നീട് അവൻ സംസാരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞാൻ എന്റെ യഥാർത്ഥ സത്യം മറച്ചുവെച്ച് ഈ കമ്പനിക്കുള്ളിലും പുറത്തും ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറായി ജീവിക്കുകയായിരുന്നു. ഈ കമ്പനിയിലെ ജീവനക്കാരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് എനിക്ക് നേരിട്ട് മനസ്സിലാക്കണമായിരുന്നു. ശിവന്റെ വാക്കുകൾ കേട്ടതും വിക്രാന്തിന്റെ മുഖത്തെ ചോര വറ്റാൻ തുടങ്ങി. ശിവൻ സ്റ്റേജിലെ വലിയ സ്ക്രീൻ ഓൺ ചെയ്തു. അതിൽ വിക്രാന്ത് ചെയ്ത എല്ലാ കള്ളത്തരങ്ങളുടെയും തെളിവുകൾ ഉണ്ടായിരുന്നു. വ്യാജമായി നിർമ്മിച്ച പെർഫോമൻസ് രേഖകളും മിടുക്കരായ ജീവനക്കാരുടെ തടഞ്ഞുവെച്ച പ്രൊമോഷൻ ഫയലുകളും കമ്പനിയിൽ നടന്ന അഴിമതികൾ എന്നിവയെല്ലാം സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ശിവൻ വിക്രാന്തിനെ നോക്കി കടുത്ത സ്വരത്തിൽ പറഞ്ഞു, ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരെ പീഡിപ്പിക്കാനുള്ള അധികാരമല്ല, മറിച്ച് ജീവനക്കാരെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. വിക്രാന്ത്, നിങ്ങളെ ഇന്നു മുതൽ ഈ കമ്പനിയിലെ എല്ലാ ചുമതലകളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് വിക്രാന്തിനെ ഹാളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് ശിവൻ അടുത്ത ഫയൽ തുറന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ഈ കമ്പനിയെ മുന്നോട്ട് നയിച്ച ഒരു ജീവനക്കാരിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സ്ക്രീനിൽ ഒരു പേര് തെളിഞ്ഞു വന്നു, ശിവാനി. ശിവൻ പറഞ്ഞു, 3 തവണ പ്രൊമോഷൻ നിഷേധിക്കപ്പെട്ടിട്ടും പിന്മാറാത്ത ഏറ്റവും മികച്ച ജീവനക്കാരിയായ ശിവാനിയെ ഇന്നു മുതൽ താക്കൂർ ഇൻഡസ്ട്രീസിന്റെ പുതിയ ഓപ്പറേഷൻ മാനേജറായി ഞാൻ നിയമിക്കുന്നു. ഹാൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ശിവാനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും നിറഞ്ഞു തുളുമ്പി. ശിവാനി പതുക്കെ വിറക്കുന്ന ചുവടുകളോടെ സ്റ്റേജിലേക്ക് നടന്നു വന്നു. അവൾ വിതുമ്പിക്കൊണ്ട് ശിവനോട് വളരെ പതുക്കെ ചോദിച്ചു, ശിവേട്ട, നിങ്ങൾ എന്നോട് എന്തുകൊണ്ട് ഈ വലിയ സത്യം മുൻപ് പറഞ്ഞില്ല? എന്നെ ഇത്രയും നാൾ പരീക്ഷിക്കുകയായിരുന്നു. ശിവൻ മൈക്രോഫോൺ പതുക്കെ താഴെ വെച്ചു. അതിനുശേഷം സ്റ്റേജിൽ നിന്നും താഴെ ഇറങ്ങി അവൾക്ക് തൊട്ടു മുന്നിൽ വന്നു നിന്നു. അവൻ ഹാളിലുള്ള എല്ലാവരും കേൾക്കെ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഞാൻ ആദ്യമേ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് നിന്റെ ഈ ശുദ്ധമായ മനസ്സ് കാണാൻ സാധിക്കില്ലായിരുന്നു ശിവാനി. ഈ ലോകം പണത്തിന് പിന്നാലെ മാത്രം പായുമ്പോൾ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർക്ക് വലിയ ബഹുമാനവും സ്നേഹവും നൽകിയ ഒരേ ഒരു പെൺകുട്ടി നീ മാത്രമാണ്. നീ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണ്. ഹാളിലുള്ള എല്ലാവരും അതീവ താല്പര്യത്തോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ശിവൻ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ആഭരണപ്പെട്ടി
പെട്ടി പുറത്തെടുത്തു. അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിവാനിക്ക് മുമ്പിൽ ഒരു മുട്ടുകുത്തി പതുക്കെ ഇരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, ശിവാനി, ഞാനിത് ചോദിക്കുന്നത് താക്കൂർ ഇൻഡസ്ട്രീസിന്റെ ഉടമയായിട്ടല്ല, മറിച്ച് നിന്റെ കൂടെ ദിവസവും യാത്ര ചെയ്ത ആ പഴയ ഓട്ടോ ഡ്രൈവർ ആയിട്ടാണ്. നീ എന്നെ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുമോ? എന്നെ വിവാഹം കഴിക്കുമോ? ഹാൾ മുഴുവൻ വീണ്ടും കടുത്ത നിശബ്ദതയിലായി. ശിവാനി തന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് പതുക്കെ പുഞ്ചിരിച്ചു. അവൾ പറഞ്ഞു, ശിവേട്ട, ഒരു സത്യം പറയട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ മാത്രമായിരുന്നുവെങ്കിൽ പോലും എന്റെ മറുപടി ഇത് തന്നെയായിരിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ പണമോ പദവിയോ കണ്ടല്ല, നിങ്ങളുടെ നല്ല മനസ്സ് കണ്ടാണ്. എനിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ മനസ്സോടെ സമ്മതമാണ്. ഹാൾ മുഴുവൻ വലിയ കൈയടികളിൽ മുഴങ്ങി. രഘുവീർ താക്കൂറും സവിത താക്കൂറും സ്റ്റേജിലേക്ക് വന്ന് ശിവാനിയെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു. രഘുവീർ പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ഒരു മരുമകളെയല്ല കിട്ടിയത്, മറിച്ച് ഞങ്ങളുടെ മകന്റെ യഥാർത്ഥ ഭാഗ്യത്തെയാണ്.